തകർന്ന റോഡിലെ കുണ്ടും കുഴിയും നികത്താൻ ഗ്രാമപഞ്ചായത്ത് വനിതാ മെമ്പർ ആരെയും കാത്തുനിന്നില്ല. വനിതാ മെമ്പർ തന്നെ നേരിട്ടിറങ്ങി റോഡിലെ കുണ്ടും കുഴികളും അടച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിന്റെ മെമ്പർ ബിന്ദു ചക്കിങ്ങലാണ് മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ചെറുകരകേറ്റ് പാറയ്ക്കൽമുക്ക് കുന്നക്കാവ് റോഡ് പാടെ തകർന്നു കിടക്കുകയാണ്. ഈ റോഡിൽ തന്റെ വാർഡിൽപ്പെടുന്ന ഭാഗത്താണ് ഗ്രാമപഞ്ചായത്ത് വനിതാ അംഗമായ ബിന്ദു ചക്കിങ്ങൽ ആരെയും കാത്തുനിൽക്കാതെ റോഡിൽ നേരിട്ടിറങ്ങി കുണ്ടും കുഴികളും അടച്ചത്. ഇതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ നേട്ടവും വേണ്ടെന്നും പഞ്ചായത്ത് അംഗം എന്ന നിലയ്ക്ക് ഈ പ്രവൃത്തി തനിച്ചു നടത്തിയതാണെന്നും ബിന്ദു ചക്കിങ്ങൽ പറഞ്ഞു. ജനകീയമായി റോഡിലെ കുണ്ടും കുഴികളും അടയ്ക്കുന്ന പ്രവൃത്തി നടത്തുന്നുണ്ടെന്ന് ബിന്ദു വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും അറിയിച്ചിട്ടും ആരും എത്തിയില്ല. തുടർന്ന് മഴയൊന്നും വകവയ്ക്കാതെ റോഡിലിറങ്ങി കുണ്ടും കുഴികളും നികത്തുന്ന പ്രവൃത്തി ബിന്ദു നേരിട്ട് നടത്തുകയായിരുന്നു. പാർട്ടി ബേസിൽ നമ്മൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ പാർട്ടിക്കാരൊക്കെ വിളിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഒരു ജനപങ്കാളിത്തത്തിൽ കൂടെ നടക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ട് പാർട്ടി ബേസ് വേണ്ട, നമ്മളിപ്പോൾ ജനങ്ങളുടെ മെമ്പറാണല്ലോ, അതിനൊരു രാഷ്ട്രീയം കലർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ പെട്ടെന്ന് ജനപങ്കാളിത്തം ആയതുകൊണ്ടാവും ആരും വന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മദീന ക്രഷറിൽ നിന്നും കോറി വേസ്റ്റ് നൽകി സഹായിച്ചു. ഇതുപയോഗിച്ചാണ് കുഴികൾ അടച്ചത്. തകർന്നു കിടക്കുന്ന ഈ റോഡിലെ കുഴികൾ കഴിഞ്ഞ മെയ് മാസത്തിലും ബിന്ദു ചക്കിങ്ങലിന്റെ നേതൃത്വത്തിൽ അടച്ചിരുന്നു. അന്ന് അലിഗഡ് കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും സഹകരിച്ചിരുന്നു. നമ്മുടെ പഞ്ചായത്തിലെ ഒരു ഏറ്റവും വലിയ റോഡാണ് ചെറുകേറ്റ് പാർക്കിലേക്ക് കുന്നക്കാവ് റോഡ്. ഏറ്റവും കൂടുതൽ ആളുകളും ബസ് റോഡും പോകുന്ന വഴിയാണത്. പക്ഷേ വർഷങ്ങളായിട്ട് ഇത് കുണ്ടും കുഴിയൊക്കെയാണ്. ഇപ്രാവശ്യം നമ്മൾ പഞ്ചായത്തിൽ ഒരു 10 ലക്ഷം ഫണ്ട് വെച്ചിരുന്നു റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട്. അതിന് പുറമെയാണ് MLA നമ്മളത് 2 കോടിയുടെ റബ്ബറൈസിങ് ബജറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അത് കിട്ടാൻ കുറച്ച് സമയം വൈകും, നമുക്കൊക്കെ അറിയാലോ. പോരാത്ത മഴയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സ്കൂൾ കുട്ടികളും ഓട്ടോറിക്ഷക്കാരും സ്കൂട്ടറിൽ പോകുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം മനസ്സിലാക്കുകയും ഒരു മെമ്പർ എന്ന നിലയിൽ ഇത് നമ്മൾ കണ്ടില്ലാന്ന് നടിച്ചിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഫണ്ടുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറയ്ക്ക് വരട്ടെ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇബ്രാഹിം ഹാജി അദ്ദേഹം അവരുടെ കോറിയിൽ നിന്ന് നമുക്ക് കുറച്ച് കൺവേർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കോറി വേസ്റ്റ് അല്ല, കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള വേസ്റ്റ് നമുക്ക് തരികയും, അപ്പോൾ നിങ്ങൾ മെമ്പർ എന്താ വെച്ചാൽ ചെയ്തോളൂ പറഞ്ഞു. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിട്ടു. എല്ലാ ആളുകളും വർക്കിംഗ് ഡേ ആയിരുന്നു, ആർക്കും വരാൻ സമയം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാനത് നോക്കി നിന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് നമ്മുടെ കുണ്ടും കുഴി നികത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളത് വേണ്ട, ജനങ്ങൾക്ക് ഹിതകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എൻ്റെ ഒരു തുടക്കം ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടി മുന്നേ ചെയ്തിരുന്നു. മെയ് 16-ാം തീയതി അന്ന് നമ്മുടെ പാർക്കിലും അലിഗഡിലെ കുട്ടികളൊക്കെ നമുക്ക് സഹായിക്കുകയുണ്ടായിരുന്നു. കുറച്ച് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും കൂടി. 5 കിലോമീറ്റർ വരുന്ന ചെറുകരകേറ്റ് പാറയ്ക്കൽമുക്ക് കുന്നക്കാവ് റോഡ് BMBC നിലവാരത്തിൽ നവീകരിക്കുന്നതിന് കഴിഞ്ഞ സർക്കാർ ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നജീബ് കാന്തപുരം MLAയുടെ ശ്രമഫലമായാണ് ബജറ്റിൽ തുക അനുവദിച്ചത്. റോഡ് നവീകരിക്കുന്നതോടെ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമാകും. അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയത് ഗോൾ. കളിയിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC Heart Hospital, പെരിന്തൽമണ്ണ. Contact 9746 722 922.